വൈകിട്ടായി. സമയം 5:30. റാണി ഒരുങ്ങുകയാണ്. ദിവസം മുഴുവൻ ആലോചനകളായിരുന്നു. റാണി പോകണോ വേണ്ടിയോ, പോകുമ്പോൾ ഇത്രയും നന്നായി പോകണമെന്ന്. അവസാനം മനസ്സ് പറയുന്നതിന് റാണി അനുസരിച്ച് പോകാൻ തന്നെ തീരുമാനിച്ചു. കറുപ്പ് സാരി വളരെയധികം സുന്ദരിയായി ഒരുങ്ങിയാണ് റാണി നിൽക്കുന്നത്. പറയുന്നതിന് 15 മിനിറ്റ് നേരത്തെയാണ് റാണി ജീവന്റെ ഫ്ലാറ്റിലെ കഥകിൽ മുട്ടിയത്. ജീവൻ റാണിയും ഹസ്ബൻഡ് കിരണും ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങൾ 3 കഴിഞ്ഞു. വയസ്സ് 29 ആണ്. അവൾക്ക്. ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന റാണി കിരണിനെ കല്യാണം ചെയ്ത് നഗരത്തിലേക്ക് വന്നതാണ്. രാവിലെ 8 മണി. കിരൺ ജോലിക്ക് പോകാനായി തയ്യാറായി നിൽക്കുകയാണ്. പോകുന്നതിന് മുന്നേ റാണി ഓടി വന്ന് ഫുഡും കൊണ്ടുകൊടുത്തു. ശേഷം റാണി ടാറ്റയും കൊടുത്ത് തൻ്റെ ദിനവുമുള്ള കാര്യങ്ങളിലേക്ക് കടന്നു. തുണിയെല്ലാം വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടതിന് ശേഷം ഉച്ചയ്ക്ക് മുമ്പ് അടുത്ത ഫ്ലൈറ്റിലെ റിമിയായി കത്തിവെച്ചിരിക്കുന്നതാണ് അവളുടെ മറ്റൊരു ശീലം. അടുത്ത ദിവസം ഇതേപോലെ തന്നെ മുന്നോട്ട് പോകാനായി ഇരുന്നപ്പോഴാണ് റാണിയുടെ ഫ്ലൈറ്റിൻ്റെ കോളിംഗ് ബെൽ മുഴങ്ങുന്നത്. മുന്നിൽ നിൽക്കുന്നത് റാണിയുടെ തന്നെ പ്രായമുള്ള ഒരാൾ. അയാളുടെ പേര് പറഞ്ഞു. ജീവൻ. ഞാൻ അടുത്ത ഫ്ലൈറ്റിൽ താമസിക്കാൻ വന്നതാണ്. അപ്പോൾ അയൽക്കാരെ ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതി വന്നതാണ്. ജീവന്റെ കയ്യിൽ ഒരു ബൗളിൽ പാൽപ്പായസവും ഉണ്ടായിരുന്നു. പെട്ടെന്ന് ആളെ കണ്ട ഷോക്കിൽ നിന്ന് മാറി ജീവനെ അകത്തേക്ക് ക്ഷണിച്ചു. ജീവൻ അകത്തേക്ക് വന്ന് അവിടെയുള്ള സോഫയിലിരുന്നു. റാണി പായസം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ബൗൾ തിരികെ നൽകി. കുടിക്കാനായി നേരത്തെ തയ്യാറാക്കി വെച്ച സോഫ്റ്റ് ഡ്രിങ്ക്സ് എടുത്തു കൊടുത്തു. ജീവൻ എന്ത് ചെയ്യുന്നു? ഞാൻ ദേ കാണുന്ന 5 സ്റ്റാർ ഹോട്ടലിൽ ഷെഫാണ്. ആ സിറ്റിയുടെ എവിടെ നിന്ന് നോക്കിയാലും കാണാൻ കഴിയുന്ന ഒരു 5 സ്റ്റാർ ഹോട്ടലാണത്. മാഡം എന്ത് ചെയ്യുന്നു? ഞാൻ ഹൗസ് വൈഫ്. എൻ്റെ ഹസ്ബൻഡ് കിരൺ ഇവിടെ ബാങ്കിൽ ഇൻഷുറൻസ് മാനേജറാണ്. ഓ ഓക്കെ മാഡം, ഞാനെന്നാ പോട്ടെ. അതെ, എന്നെ മാഡം എന്ന് വിളിക്കണ്ട, പേര് വിളിച്ചാൽ മതി റാണി. ജീവൻ ചിരിച്ചുകൊണ്ട് ശരി റാണി. വൈകിട്ട് ഹസ്ബൻഡ് വന്നപ്പോൾ രണ്ടുപേരും ആഹാരത്തിന് ശേഷം ഒരുമിച്ചാണ് ആ പായസം കുടിച്ചത്. രണ്ടുപേർക്കും വല്ലാതെ അത് ഇഷ്ടമായി. ഇത് എവിടുന്ന പായസം? കിരൺ ചോദിച്ചു. പുതിയ നൈബർ വന്നു, അയാൾ തന്നതാ. ആളൊരു ഷെഫാണ്, ദേ കാണുന്ന ഹോട്ടലിലെ. ആഹാ, നമുക്ക് ഷെഫ് നൈബർ കൂടെ കിട്ടിയല്ലോ. അതെ അതെ, കുറേ നാളത്തേക്ക് കുറച്ച് ലേറ്റായി വരും, വർക്കിലോട് പോകുന്നുണ്ട്. ഇത് തന്നെയല്ലേ ഇപ്പോഴും പറയുന്നത്. നല്ലൊരു നാളത്തേക്കല്ല മോളെ, ഞാൻ കിടക്കട്ടെ, നല്ല ക്ഷീണം. റാണി ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ബെഡ്റൂമിൽ എത്തിയപ്പോഴേക്കും കിരൺ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. ഇപ്പോൾ കുറച്ച് നാളുകളായി ഇങ്ങനെയാണ്, നേരത്തെ ഉറങ്ങും. റാണി പിന്നെ എങ്ങനെയൊക്കെയോ രാത്രികൾ കഴിച്ചു കൂട്ടുകയാണ്. കാരണം അവൾ ഭർത്താവിനെ മനസ്സിലാക്കുന്ന ഒരു ഭാര്യയായിരുന്നു. പക്ഷേ തന്നിലെ പെണ്ണിനെ മനസ്സിലാക്കാൻ അവൾക്ക് പല രാത്രികളിലും കഴിഞ്ഞിരുന്നില്ല. റാണി അങ്ങനെ എങ്ങനെയൊക്കെയോ എപ്പോഴോ കിടന്നുറങ്ങി. റാണി രാവിലെ ഡെയിലി റൂട്ടീനായ കാര്യങ്ങൾ ചെയ്ത ശേഷം കിരണിനെ യാത്ര അയക്കുന്നതിന് ശേഷം ഡോർ അടയ്ക്കുന്നതിനെ അതിലെ ജീവൻ പോകുന്നത് കണ്ടു. ഹലോ ജീവൻ. ഹായ്. അതേ, പായസം നന്നായിരുന്നു, ഏട്ടനും വളരെയധികം ഇഷ്ടമായി. താങ്ക് യു. എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ പേഴ്സണൽ വർക്ക് എടുക്കാറുണ്ട്. അല്ല, അപ്പോൾ വർക്കിംഗ് ടൈം എത്ര മണി വരെയാണ്? ദിവസം 8 മണിക്കൂറാണ് ഡ്യൂട്ടി. പിന്നെ ഷിഫ്റ്റ് അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഞാൻ പോട്ടെ, ഇനിയും നിന്നാൽ ലേറ്റ് ആവും. കാണാം. ചിരിച്ചുകൊണ്ട് ഭായ് പറഞ്ഞ് കഥ കടച്ചു. എടി, നീ ആ പുതിയതായി വന്ന നമ്മുടെ നേബറിനെ കണ്ടോ? പിന്നെ ഇന്നലെ പായസം കൊണ്ട് വന്നിരുന്നു, നല്ല രുചിയായിരുന്നു. ഞങ്ങൾക്ക് കിട്ടി, അച്ഛന് നല്ലപോലെ ഇഷ്ടമായി. എന്താ പെണ്ണെ, അയാളെ കുറിച്ച് പറയുമ്പോൾ ഒരു തിളക്കം മുഖത്ത്. ഒന്ന് പോയേ, ചുമ്മാ കളിയാക്കാതെ. മനസ്സിലാവുന്നുണ്ട്. അന്ന് വൈകിട്ട് റാണി പാൽ മേടിച്ച് വരുന്ന വഴി ഫ്ലാറ്റിൻ്റെ താഴെ വെച്ച് ജീവനെ കണ്ടു. രണ്ടുപേരും ഹായ് പറഞ്ഞ് സംസാരിച്ചു തുടങ്ങി. ജീവൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? റാണി ചോദിച്ചു. അമ്മ ചെറുപ്പത്തിൽ മരിച്ചു. അച്ഛൻ കഴിഞ്ഞ വർഷം. ഒരു സിസ്റ്ററുണ്ട്, അവരുടെ കല്യാണം കഴിഞ്ഞപ്പോൾ കാനഡയിലാണ്. ഓ സോറി. എന്തിന്, എല്ലാം മറക്കാനുള്ളതല്ലേ. ആട്ടെ, റാണിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും പിന്നെ ഞാൻ ഒറ്റ മോളാണ്. അവരെല്ലാം അപ്പോൾ നാട്ടിലാണ്. അതെ, ഇടയ്ക്ക് അങ്ങോട്ട് പോകും. അവർ ഇങ്ങോട്ട് വരാറുണ്ട്. അങ്ങനെ സംസാരിച്ച് അവരുടെ ഫ്ലാറ്റിൻ്റെ മുന്നിലെത്തി. അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞു പിരിഞ്ഞു. പക്ഷേ റാണിയുടെ മനസ്സിൽ ആ സംസാരമെല്ലാം വല്ലാത്തൊരു ഫ്രഷ്നെസ് ആയിരുന്നു കൊണ്ടുവന്നിരുന്നത്. ദൈവമേ, എന്താണ് വികാരം? ഇതുവരെ ഇല്ലാത്ത മറ്റൊരു വികാരം തോന്നുന്നത്. അടുത്ത ദിവസം സമയം 12:30 ഉച്ച കഴിഞ്ഞു. ജീവൻ റാണിയുടെ വീട്ടിലേക്ക് വന്നു. ഹായ്, റാണി കഴിച്ചോ? ഇല്ല, ടൈമായിട്ടില്ല, ഒരു മണി കഴിയും കഴിക്കുമ്പോൾ. അല്ല, ഇന്ന് പോയില്ലേ ജോലിക്ക്? ഇത് ലീവ് എടുത്തു. അത് ഇത് ഞാനുണ്ടാക്കിയ ഡിഷാണ്, കപ്സ. റാണിക്കായി കൊണ്ടുവന്നാണ്, ഇതാ പിടിച്ചോ. അയ്യോ, ഇതൊക്കെ എന്തിനാ എനിക്കായിട്ട്? വേറെ ആർക്ക് കൊടുക്കാനാണ്? ഇവിടെ എനിക്ക് ആകെ പരിചയം അടുപ്പുള്ളത് എന്നോടല്ലേ. കൊണ്ടുവന്ന് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ തിരിച്ചു കൊണ്ടുപോയിക്കോ. അങ്ങനെ കൊണ്ടുപോകണ്ട. താ. അട്ടെ, ജീവൻ കഴിച്ചോ? ഇല്ല, പോയിട്ട് വേണം കഴിക്കാൻ, എനിക്കുള്ളത് അവിടെ ഇരിപ്പുണ്ട്. എന്നാൽ അതുകൂടെ എടുത്ത് ഇവിടെ ഇരുന്ന് കഴിക്കാം, അതാവുമ്പോൾ എൻ്റെയും പാചകത്തിൻ്റെ ടേസ്റ്റ് അറിയാമല്ലോ. ഓക്കെ, ദേ വരുന്നു. റാണി 2 പ്ലേറ്റും വെച്ച് ഡൈനിങ് ടേബിളിൽ സെറ്റാക്കി. ജീവൻ വന്നതിന് ശേഷം ഒരുമിച്ച് ആഹാരം കഴിക്കാനായിരുന്നു. ഞാൻ തൻ്റെ കാര്യം മാത്രമേ ഓർത്തുള്ളൂ. നെക്സ്റ്റ് ടൈം ഞാൻ തൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഫുഡ് റെഡിയാക്കാം. അതൊന്നും കുഴപ്പമില്ല. റാണി അതും പറഞ്ഞ് ആഹാരം കഴിച്ചു. കഴിച്ചതിന് ശേഷം റാണി കുറച്ച് നേരം മിണ്ടാതെ ഇരുന്നു. അതിനുശേഷം പറഞ്ഞു, എൻ്റെ ജീവ, എന്താണ് ഇതിൻ്റെ പേര്? കപ്സ. എന്തുപറ്റി, ഇഷ്ടമായില്ല? ഇല്ലെന്നോ, ഇത്രയും രുചിയുള്ള ആഹാരം ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് കഴിക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി എനിക്ക് വേണം കേട്ടോ, ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. അതിനെന്താ, നമ്പർ തന്നെ വാട്സപ്പ് ചെയ്യാം. ഇതിൻ്റെ എന്നല്ല, വേറെ നല്ല ഫുഡിൻ്റെ റെസിപ്പി വെച്ച് തരാം. ഒന്ന് ആലോചിച്ചിട്ട് ഓക്കെ, പോകുമ്പോൾ ഞാൻ തരാം. അല്ല, ഈ പുതിയ പിള്ളേർ ചെയ്യുന്ന പോലെ ഇതിൻ്റെ വീഡിയോ ചെയ്ത് യൂട്യൂബിൽ ഇട്ടൂടെ? നല്ല വ്യൂസ് വരും. എനിക്കതിന് വലിയ താല്പര്യമില്ല. പിന്നെ റീൽ ചെയ്യും, 30 സെക്കൻഡ് വെച്ചാൽ, അല്ലെങ്കിൽ 1 മിനിറ്റ് ഡ്യൂറേഷനുള്ള റീൽ. അത് നല്ല വൃത്തിയുള്ള എൻവയോൺമെൻറ്റിൽ ചെയ്യും. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അത് നോക്കിയാൽ മതി. ഫോൺ എടുത്തിട്ട് എന്താ പേരാ പേജിൻ്റെ? ജീവൻസ് റെസിപ്പി. കിട്ടി, ഫോളോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അതെ, പിന്നെ റാണിയുടെ പാചകം ഒട്ടും മോശമല്ല കേട്ടോ. ഈ കേരക്കറി സൂപ്പറായിട്ടുണ്ട്. ചുമ്മാ പൊക്കി പറയില്ലേ, ആണെങ്കിലും താങ്ക് യു ഉണ്ട് കേട്ടോ. അല്ലെന്നേ സത്യം, ഇതിലെന്താ മോശം പറയാൻ? അതിനുശേഷം ആഹാരം കഴിച്ചതിന് ശേഷം രണ്ടുപേരും വാതിലിൻ്റെ അവിടെ നിന്ന് റാണി പതിയിൽ ആഹാരം
ഇത് ഇന്ന് കഴിച്ചു. അത് ഇട്ടാൻ്റെ നമ്പർ തരാമെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? താല്പര്യമുണ്ടോ മതി കേട്ടോ. അയ്യോ അങ്ങനെയൊന്നുമില്ല, സേവ് ചെയ്തോ. അങ്ങനെ റാണി നമ്പർ പറഞ്ഞു കൊടുത്തു. ഞാനിപ്പോൾ ഈ നമ്പറിലേക്ക് ഒരു മെസ്സേജ് ചെയ്യാം. ബായ്, പോട്ടെ, കാണണം. റാണി ചിരിച്ചുകൊണ്ട് ബായ് പറഞ്ഞു. അതിനുശേഷം റാണിയുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നു. ഹായ്, ഞാൻ ജീവൻ, ഇതാണ് എൻ്റെ നമ്പർ. റാണിയെ നമ്പർ സേവ് ചെയ്തതിന് ശേഷം പൂച്ചയുടെ ഒരു ഇമോജി അയക്കുകയും ചെയ്തു. സമയം 8 മണി കഴിഞ്ഞപ്പോഴാണ് കിരൺ എത്തിയത്. ഈ ദിവസവും ഇത്ര നേരം ലേറ്റ് ആകുമോ? ഇത് ലേറ്റ് ആയില്ലെങ്കിലാണ് അത്ഭുതം. താനൊന്ന് ക്ഷമിക്ക്, കുളിച്ചിട്ട് വാ. കിരൺ കുളിച്ചതിന് ശേഷം കഴിക്കാനിരുന്നു. കിരണിനോട് ഇന്ന് ഉച്ചയ്ക്ക് ജീവൻ വന്നു ആഹാരം ഒരുമിച്ച് കഴിച്ചു പറയാൻ എനിക്ക് തോന്നിയില്ല. കിരൺ ആ സമയം കൊണ്ട് കഴിച്ച് നേരെ പോയി കിടന്നു. ഹലോ, ഉറങ്ങാൻ കിടന്നു. നല്ല ക്ഷീണം, താനും പാടും. ഞാൻ പ്ലേറ്റെല്ലാം കഴുകിയിട്ട് വരാം. റാണി പ്ലേറ്റെല്ലാം കഴുകി ജീവൻ്റെ ഫുഡ് മേക്കിംഗ് റീൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ജീവൻ്റെ മെസ്സേജ് വന്നത്. ഹായ്, 100 ഐസാണ് കേട്ടോ എനിക്ക്. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഞാൻ തന്നെ ഇൻസ്റ്റാഗ്രാം റീൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഓഹോ, ഫുഡെല്ലാം കഴിച്ചോ? ജീവൻ പ്ലേറ്റ് കഴുകി വെച്ചുള്ള ഒരു സെൽഫി ഫോട്ടോ അയച്ചു കൊടുത്തു. പരിപാടി എല്ലാം കഴിഞ്ഞ റെസ്റ്റിലാണ്. അവിടെയും ഞാനും. അതെ, റാണി സെൽഫി അയച്ചില്ല, പകരം കഴുകി വെച്ച് ക്ലീനാക്കിയ ഫോട്ടോ അയച്ചു കൊടുത്തു. ഹസ്ബൻഡ് വന്നില്ലേ? വന്നു, കഴിച്ചുറങ്ങി. നല്ല പ്രാസം. ജീവൻ എപ്പോഴാണ് ഉറങ്ങുന്നത്? 11 മണിയില്ലേ 12. താനോ നേരത്തെ കിടക്കും. ഉറങ്ങുമ്പോൾ ചിലപ്പോൾ ഒരു 12 മണി ആവും. ഓക്കെ, അതെല്ലാം പോയിട്ട് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, അതായത് ഹോബി. അങ്ങനെയൊന്നുമില്ല, വല്ലപ്പോഴും സിനിമ കാണും. അങ്ങനെ ഹോബിയൊന്നുമില്ല. തനിക്കുണ്ടോ അങ്ങനെ ഹോബി എന്തെങ്കിലും? ഉണ്ടല്ലോ, നോട്ട് കളക്ഷൻ. നോട്ട് കളക്ഷനോ? കേട്ടിട്ടില്ലേ? എൻ്റെ കയ്യിൽ 80s നോട്ട് തൊട്ടുണ്ട്. അതിനു മുമ്പുള്ളത് കുറേ നോക്കി കിട്ടിയില്ല. ആണോ? എനിക്കൊന്ന് കാണണം, പറ്റുമോ? നാളെ വൈകിട്ട് 6 മണിയാകുമ്പോൾ റൂമിലേക്ക് വന്ന് നേരിട്ട് കാണാം. ഫോട്ടോ എടുത്താച്ചാൽ കാണാൻ രസം കാണില്ല. അത് തനിക്കൊരു ബുദ്ധിമുട്ടാവുമോ? എന്തിന്? ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ, എൻ്റെ ഫ്ലൈറ്റും കാണാമല്ലോ. ഓഹോ ശരി, നാളെ 6 മണിക്ക്. ഐ എം വെയിറ്റിംഗ്. അപ്പോൾ നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ജീവനും ഗുഡ് നൈറ്റ് പറഞ്ഞു പോയി. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോഴാണ് എനിക്ക് ഉറക്കം വരുന്നില്ല. എന്താണ് സംഭവിക്കുന്നത്? എന്തിനാണ് നാളെ അങ്ങോട്ട് പോകാമെന്ന് സമ്മതിച്ചത്? മനസ്സിൽ ഓരോന്ന് ആലോചിച്ചുറങ്ങി. അടുത്ത ദിവസം രാവിലെ റാണി കിരണിനോട്, ഏട്ടാ വൈകിട്ട് ഇന്നത്തെ പോലെ ലേറ്റ് ആകുമോ? മിക്കവാറും. ഞാൻ പോട്ടെ മോളെ. കിരൺ പോകുന്നത് നോക്കി കഥ കടക്കുന്ന മുന്നേ ജീവൻ അവിടെ വന്നു. ഏയ് ഇല്ല, പക്ഷേ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങും. വൈകിട്ട് കാണാം. ബൈ. വൈകിട്ട് ഈ സമയം 5:30. റാണി ഒരുങ്ങുകയാണ്. ദിവസം മുഴുവൻ ആലോചനകളായിരുന്നു. റാണി പോകണോ വേണ്ടിയോ? പോകുമ്പോൾ ഇത്രയും നന്നായി പോകണമെന്ന്. അവസാനം മനസ്സ് പറയുന്നുണ്ട്. റാണി അനുസരിച്ച് പോകാൻ തന്നെ തീരുമാനിച്ചു. കറുപ്പ് സാരികളിലധികം സുന്ദരിയായി ഒരുങ്ങിയാണ് റാണി നിൽക്കുന്നത്. പറയുന്നതിലും 15 മിനിറ്റ് നേരത്തെയാണ് റാണി ജീവൻ്റെ ഫ്ലാറ്റിലെ കഥകിൽ മുട്ടിയത്. ജീവൻ റാണിയെ കണ്ട് ഞെട്ടി ആണ് ജീവൻ നിൽക്കുന്നത്. ഹലോ, വാ, കയറി വാ. യു ലുക്കിംഗ് ഗോർജിയസ് റാണി. ഒരു നാണം കലർന്ന ചിരിയോടെ താങ്ക് യു പറഞ്ഞവർ. എവിടെ കളക്ഷൻ? വാ, അകത്താണ്. റാണിയെ തൻ്റെ നോട്ട് കളക്ഷൻ കാണിക്കാനായി ജീവൻ തൻ്റെ ബെഡ്റൂമിലേക്കാണ് കൊണ്ടുപോയത്. ഒരു ചില്ലട്ട പെട്ടിയിൽ തന്നെ നോട്ട് കളക്ഷൻ കാണിച്ചതിന് ശേഷം ഞാൻ കുടിക്കാൻ തുടങ്ങി. എടുക്കാമെന്നും പറഞ്ഞ് ജീവൻ കിച്ചണിലേക്ക് പോയി. റാണിയെ സമയം റൂം മുഴുവൻ ചെക്ക് ചെയ്തു. റാണിയുടെ മനസ്സിൽ അന്നേരം, ദൈവമേ എന്തൊരു ക്ലീനാണ് ഈ മുറി. അവളൊരു ആശ്ചര്യത്തോടെ നോക്കിയിരുന്നു. ജീവൻ കുടിക്കാനായി ഒരു ഗ്ലാസ് ജ്യൂസാണ് കൊണ്ടുവന്നത്. റാണി ഇത് കുടിച്ചതിന് ശേഷം, ഇതെന്ത് ജ്യൂസാണ്? നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. 5 സ്റ്റാർ ഐറ്റമാണ്. റാണിക്ക് വേണ്ടി സ്പെഷ്യലായി പ്രിപ്പയർ ചെയ്തതാണ്. എനിക്ക് വേണ്ടിയോ? പിന്നെ അതെ, ഈ ഫ്ലാറ്റിൽ ആദ്യമായി വരുന്ന ഗസ്റ്റ് റാണി. പിന്നെ സൂപ്പർ. ഇത്രയൊക്കെ ക്ഷമയോടെ ഇതൊക്കെ കളക്ട് ചെയ്തില്ലേ? ഐ റിയലി ലൈക്ക് ഇറ്റ്. താങ്ക് യു റാണി. ഡേ, ഈ നോട്ട് ഏത് വർഷത്തെയാണ്? ജീവൻ അടുത്തേക്ക് ഇരുന്നു. അത് 1960. ഈ നോട്ട് ഏത് വർഷത്തെയാണ്? 1979. അപ്പോഴേക്കും രണ്ടുപേരും നിലവിൽ അടുത്തിരുന്നു. അടുത്ത കാര്യം പറയാൻ റാണി തിരിഞ്ഞപ്പോഴേക്കും രണ്ടുപേരുടെയും മുഖം വളരെ അടുത്തായിരുന്നു. ജീവൻ മറ്റൊന്ന് ആലോചിച്ചു. പിന്നെ പെട്ടെന്നായിരുന്നു അവൻ കാര്യങ്ങളെല്ലാം ചോദിച്ചത്. റാണി, ഞാൻ ചോദിക്കുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. ഇല്ല, ചോദിക്കേ. അത് റാണിയുടെ ഭർത്താവ് ഇത്രയും ലേറ്റായിട്ട് വരുന്നതുകൊണ്ട് രാത്രി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? എന്താന്ന്? അതെ, താൻ ഉദ്ദേശിച്ചത് തന്നെ. അത് പിന്നെ എങ്ങനെ നടക്കാനാ? ഞാൻ പറഞ്ഞില്ലേ അന്ന് ഫോൺ വിളിച്ചപ്പോൾ, ആള് വരും, ഭക്ഷണം കഴിക്കും, ഉറങ്ങും. അത് തന്നെ. ഇതിൽ കൂടുതൽ എന്ത് നടക്കാനാ? അപ്പോൾ റാണിക്ക് വിഷമമില്ല അതിൽ? എന്തിനാണ് ഞാൻ വിഷമിക്കുന്നത്? എൻ്റെ ഭർത്താവിൻ്റെ ജോലി അത് അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ പിന്നെ ഏയ് ഒന്നുമില്ല. എന്നോട് പറയടൂ. അത് പിന്നെ ഇതിൽ കൂടുതൽ എന്താ ഞാൻ പറയാൻ? തനിക്കെല്ലാം മനസ്സിലാക്കാവുന്നതിലേ ഉള്ളൂ. ജീവൻ തന്നെപ്പോലെ ഒരു ഭർത്താവായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു ജീവിതം. ഇതിപ്പോൾ വരുന്നു പോകുന്നു, വീട്ടിലുള്ള പണികൾ കഴിയുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. അതല്ലാതെ ജീവിതത്തിലൊരു സന്തോഷം എന്താണെന്ന് ഇപ്പോൾ ഞാൻ അറിയുന്നില്ല. കല്യാണം കഴിഞ്ഞ ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ ഒരുപാട് സന്തോഷിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിന് ശേഷം എനിക്ക് വളരെ സന്തോഷമാണ്. ഞാൻ ഒത്തിരി ആസ്വദിക്കുന്നുണ്ട് തന്നോടൊപ്പമുള്ള ഈ നിമിഷങ്ങൾ. പ്രത്യേകിച്ചും തൻ്റെ രുചികളാണ് എന്നെ തന്നിലേക്ക് അടുപ്പിക്കുന്നത്. ശേഷം അവൻ അവിടെ വെച്ച് അവൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ രുചികളും ഉണ്ടാക്കി കൊടുത്തു. ഇനിയും അവളുടെ ടേസ്റ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കി ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കി തരാമെന്ന് അവൻ വാക്ക് കൊടുത്തു. പിന്നീട് അങ്ങോട്ട് അവിടെയുള്ള നാളുകൾ മുഴുവൻ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എല്ലാം സഹായിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകില്ലല്ലോ.
അപ്പോൾ ഇതിലും നല്ല കഥകളുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്.